Hello friends, welcome to our channel My Common Table. നമ്മളപ്പോൾ ഇന്ന് നാടൻ ബീഫ് റോസ്റ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ഉഷാമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമുക്ക് അതിനായിട്ട് ബീഫിൻ്റെ മസാല തയ്യാറാക്കാം ആദ്യം തന്നെ. സോ നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് ചട്ടിയിലിട്ട് വഴറ്റി തുടങ്ങിയിട്ടുണ്ട്. സോ ലേസ് ഉപ്പും കൂടെ നമുക്ക് ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 2 തക്കാളികൾ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല രീതിക്ക് ഒന്ന് സോട്ടായി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചതച്ച കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ല ഇളം പരുവത്തിലുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 80% അപ്പം തന്നെ വേവിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ തക്കാളി ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് നമ്മൾ ഇടുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചതച്ച കുരുമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചപ്പൊക്കെ നല്ല രീതിക്കൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് വേവിച്ച് വെച്ചേക്കുന്ന കുക്കറൊക്കെ ഒന്ന് തുറന്ന് അതിൽ ലേശം വെള്ളം നമുക്ക് അതിനകത്തേക്കൊന്ന് പകുതി വെള്ളം അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കാര്യം ഓവർ വെള്ളം നമുക്ക് വേണ്ട. കാര്യം നമ്മൾ ഒരു റോസ്റ്റ് പരുവത്തിലാണ് ചെയ്തെടുക്കണത്. അതൊന്ന് നല്ല രീതിക്ക് അതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബാക്കി ബീഫും കൂടെ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഇത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് കുറച്ച് കറിവേപ്പിലൊക്കെ അതിനകത്തൊന്ന് ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാം. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും പൊടികളുടെ കുറവുകൾ ഉണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ബീഫ് റോസ്റ്റ്. സംഭവം സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ ഇഷ്ടമായെങ്കിൽ. താങ്ക് യു.